1 കപ്പ് റാഗിപ്പൊടിയും 1 ഏത്തക്കായും ഉണ്ട്. നമ്മൾക്കിതാ ഒരു സിമ്പിൾ ഈവനിങ് സ്നാക്സ്, അതും എണ്ണയില്ലാതെ ആവിയിൽ പുഴുങ്ങിയെടുക്കാം. പാൻ ചൂടായി 1 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കപ്പലണ്ടിയും മുന്തിരിയും വറുത്ത് കോരുക. അതേ പാനിൽ 1 സ്പൂൺ നെയ്യും കൂടെ വെച്ച് ചെറുതാക്കി മുറിച്ച് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം വഴറ്റിയെടുക്കുക. ഏത്തപ്പഴത്തിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ ജീരകവും 1/2 സ്പൂൺ ഏലക്കപ്പൊടിയും ചേർത്തിളക്കാം. അങ്ങനെ ശർക്കര പാനി തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. വറുത്ത് മാറ്റി വെച്ച കപ്പലണ്ടിയും മുന്തിരിയും ചേർത്ത് കൊടുക്കാം. നമ്മുടെ ശർക്കര പാനിയൊക്കെ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 കപ്പ് റാഗിപ്പൊടി കുറേശ്ശെയായി ചേർത്ത് കൊടുത്ത് ഒട്ടും കട്ടയില്ലാണ്ട് നമ്മളിത് കുഴച്ചെടുക്കുക. കുറച്ചുകൂടെ വെള്ളം ആവശ്യമാണെങ്കിൽ ഇടയ്ക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സാക്കി എടുക്കുക. ഈ ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഒരുപാട് നമ്മൾ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തിക്കായി പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമ്മൾക്കിത് നല്ലതുപോലെ തണുത്ത് കിട്ടണം. അതിനുശേഷമാണ് നമ്മൾക്ക് വാഴയിലയിലോട്ട് മാറ്റേണ്ടത്. നിങ്ങൾക്കിഷ്ടമുള്ള എന്ത് ഷേപ്പിലും ആക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ നമ്മളുടെ ഏത്തപ്പഴത്തിൻ്റെ മോഡൽ തന്നെയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ഏത്തപ്പഴം കൂടെ പുറമേ വെച്ചിട്ടാണ് പൊതിഞ്ഞെടുക്കുന്നത്. അങ്ങനെ ഞാൻ 4 വാഴയിലയിൽ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ആകെ ഇത്ര വാഴയിലേ എൻ്റെ കയ്യിലുള്ളൂ. ഇത് ഞാൻ ഓണത്തിന് ഓൺലൈൻ മേടിച്ച വാഴയിലയാണ്. ഇനി ആ വാഴയില പുഴുങ്ങിയെടുത്തിട്ട് വേണം ആ വാഴയിലയിൽ എനിക്ക് ബാക്കിയുള്ള റാഗിയും കൂടെ പുഴുങ്ങിയെടുക്കാൻ. ഇനി നമ്മൾക്ക് 6 to 8 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഒരു സ്റ്റിക്ക് കൊണ്ടൊന്ന് കുത്തി നോക്കുക, കയ്യിലൊന്നും ഒട്ടുന്നില്ല. ഇവിടെ കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് മാറ്റി തണുപ്പിച്ചെടുക്കാം. ഇതാ നമ്മളുടെ ഹെൽത്തി ആയിട്ടുള്ള റാഗിപ്പൊടിയും ഏത്തക്കയും കൊണ്ടുള്ള സ്നാക്സ് നമ്മൾക്ക് നല്ല ചൂട് ചായയും കൂടെ കൂട്ടി
കഴിക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ എന്താണെങ്കിലും ഇഷ്ടമാകുന്നൊരു റെസിപ്പിയാണ്. സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ഫിംഗർ ഫാമിലി.